ജനുവരി 30, 1954 പുലർച്ചെ 5 മണി. അതിരാവിലെ ആയതിനാൽ കൊൽക്കത്തയിലെ ഭൂരിഭാഗം ആളുകളും ഉറക്കത്തിലായിരുന്നു. പക്ഷേ കുറച്ച് പേർ മാത്രം ജോലി ചെയ്യുന്നുണ്ടായിരുന്നു. അവരാണ് വഴിയോരങ്ങളും മറ്റും ക്ലീൻ ചെയ്യുന്നതിന് വേണ്ടി നഗരസഭയുടെ ജീവനക്കാർ. അതിരാവിലെ മറ്റുള്ളവർ എഴുന്നേൽക്കുന്നതിന് മുമ്പ് തന്നെ നഗരങ്ങൾ മനോഹരമാക്കുകയാണ് ഇവരുടെ തൊഴിൽ. ഇവർ കൊൽക്കത്തയിലെ കാലിക്കറ്റ് മാർക്കറ്റിൽ അതിരാവിലെ ക്ലീനിങ് ജോലി ചെയ്യുകയായിരുന്നു. ആ സമയത്ത് മാർക്കറ്റിലുള്ള കോമൺ ടോയ്ലറ്റിന് സമീപമായിട്ട് പേപ്പറിൽ പൊതിഞ്ഞ നിലയിൽ 3 പേപ്പർ പൊതികൾ കണ്ടു. അത് കണ്ടപ്പോൾ എന്തെങ്കിലും വേസ്റ്റ് സാധനങ്ങളായിരിക്കുമെന്ന് വിചാരിച്ച് ജോലിക്കാരൻ അത് മാറ്റാൻ വേണ്ടി അതിൻ്റെ അടുത്തേക്ക് പോയി. അങ്ങോട്ട് പോയപ്പോൾ ഒരു പാഴ്സലിൽ ഒരാളുടെ വിരൽ കിടക്കുന്നത് കണ്ടു. അത് കണ്ടപ്പോൾ അയാൾ മറ്റുള്ള ജോലിക്കാരെയും അങ്ങോട്ടേക്ക് വിളിച്ചു. അവർ വന്ന് നോക്കിയപ്പോൾ അതിനുള്ളിൽ മറ്റെന്തോ ആണെന്ന് അവർക്ക് മനസ്സിലായി. അങ്ങനെ അവർ പോലീസിനെ വിളിച്ചു. പോലീസ് അവിടെ എത്തി പരിശോധിക്കുമ്പോൾ അവിടെ ആ പാഴ്സലിന് അടുത്തായിട്ട് രക്തം കട്ട പിടിച്ച് കിടക്കുന്നത് കണ്ടു. അങ്ങനെ കയ്യിൽ ഗ്ലൗസ് ധരിച്ച് ആ പാഴ്സൽ എടുത്ത് നോക്കുമ്പോൾ ഒരു പാഴ്സലിൽ കൈവിരൽ മുറിച്ചിട്ടിരിക്കുന്നത് കണ്ടു. മറ്റൊരു പാഴ്സലിൽ കൈ വെട്ടി വച്ചിരിക്കുന്നതും അടുത്ത പാഴ്സൽ തുറന്നു നോക്കുമ്പോൾ അതിൽ കൈപ്പത്തിയും കണ്ടു. ഈ 3 പാഴ്സലും ന്യൂസ് പേപ്പറിൽ പൊതിഞ്ഞ രീതിയായിരുന്നു ഉണ്ടായിരുന്നത്. ആ ന്യൂസ് പേപ്പർ ഒരു പ്രാദേശിക പത്രം കൂടിയായിരുന്നു. ജുഗന്തർ എന്നായിരുന്നു ആ ന്യൂസ് പേപ്പറിൻ്റെ പേര്. ഇത് കണ്ട പോലീസ് വല്ലാതെ പരിഭ്രാന്തരായി. അങ്ങനെ പോലീസ് മാർക്കറ്റ് മുഴുവൻ ഇനി വേറെ എന്തെങ്കിലും പാഴ്സലുണ്ടോ എന്ന് തിരയാൻ വേണ്ടി തുടങ്ങി. ആ സമയത്ത് കുറച്ച് പോലീസ് ഉദ്യോഗസ്ഥർ അവിടെ എത്തി അവിടെ അടിച്ചു തൂത്തുകൊണ്ടിരുന്ന ജോലിക്കാരെ കൂടുതൽ കാര്യങ്ങൾ അറിയുന്നതിന് വേണ്ടി ചോദ്യം ചെയ്യാനും ആരംഭിച്ചു. ആ സമയത്ത് തന്നെ മാർക്കറ്റിൻ്റെ അടുത്തായിട്ടുള്ള ഒരു പാർക്കിൽ ജോലി ചെയ്യുന്നവർക്ക് എന്തോ ദുർഗന്ധം അനുഭവപ്പെട്ടു. അത് എന്തിൻ്റെ ദുർഗന്ധമാണെന്ന് അറിയാൻ വേണ്ടി അവിടെ ചെന്ന് നോക്കുമ്പോൾ അവിടെയും ന്യൂസ് പേപ്പറിൽ ചുറ്റിയ കുറച്ച് പാഴ്സൽ കണ്ടു. അത് അവർ ഉടൻ തന്നെ പോലീസിനെ അറിയിച്ചു. പോലീസ് അവിടെ എത്തി ആ പാഴ്സൽ തുറന്നു നോക്കിയപ്പോൾ ഒരു പാഴ്സലിൽ കാലിൻ്റെ പാദം ചെറുതായി മുറിച്ചിരിക്കുന്ന നിലയിലും മറ്റൊരു പാഴ്സലിൽ ഒരു പെണ്ണിൻ്റെ ശരീരത്തിൻ്റെ പകുതി ഭാഗവും ഉണ്ടായിരുന്നു. മറ്റൊരു പാഴ്സലിലാകട്ടെ കണ്ണുകളുള്ള ഒരു തലയും ഉണ്ടായിരുന്നു. ആ തലയിൽ മുടികളെല്ലാം മുറിച്ചു മാറ്റിയിരിക്കുന്ന നിലയിലും ആയിരുന്നു. അതുകൂടാതെ ആ പെണ്ണ് ആരാണെന്ന് തിരിച്ചറിയാതിരിക്കാൻ വേണ്ടി ആ പെണ്ണിന്റെ മുഖത്തെ മുഴുവൻ നശിപ്പിച്ചിരിക്കുന്നതായും കണ്ടു. ഇത് കണ്ട പോലീസിന് ഇതൊരു സാധാരണ കില്ലർ ആവാൻ സാധ്യതയില്ലെന്ന് മനസ്സിലായി. അങ്ങനെ ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ അടുത്ത പൊതിയിൽ എന്താണെന്ന് അറിയാൻ വേണ്ടി അത് തുറന്നു നോക്കിയപ്പോൾ പോലീസ് ഞെട്ടിപ്പോയി. അതുപോലെ തന്നെ അവർക്ക് ദേഷ്യവും തോന്നി. കാരണം അതിൽ ഒരു കുഞ്ഞിന്റെ മൃതദേഹവും ഉണ്ടായിരുന്നു. ഇതിൽ കൊല്ലപ്പെട്ടത് ഒരു സാധാരണ സ്ത്രീയല്ലെന്നും അത് ഒരു ഗർഭിണിയായ സ്ത്രീയാണെന്നും പോലീസിന് മനസ്സിലായി. അങ്ങനെ അടുത്ത പാഴ്സൽ ഓപ്പൺ ആക്കി നോക്കിയപ്പോൾ അതിൽ 2 കാലുകൾ ഉണ്ടായിരുന്നു. അതിലൊരു കാലിൽ വർഷങ്ങൾക്ക് മുൻപ് ഉണ്ടായിരുന്ന ഒരു മുറിവും ഉണ്ടായിരുന്നു. ഇപ്പോൾ പോലീസിന് മൊത്തം 8 പാഴ്സൽ മാർക്കറ്റിൽ നിന്നും മാർക്കറ്റിന്റെ സമീപത്തുള്ള പാർക്കിൽ നിന്നും ലഭിച്ചു. അങ്ങനെ എല്ലാ പാഴ്സലും അടുത്തുള്ള ഗവൺമെന്റ് ഹോസ്പിറ്റലിലേക്ക് അയച്ചു. പോലീസ് ആ സ്ഥലങ്ങളിൽ മുഴുവൻ പരിശോധന നടത്തി. എന്നിട്ടും ഒന്നും കണ്ടെത്താനായില്ല. ആ സമയത്താണ് ഈ കേസ് സമേന്ദ്രനാഥ് ഘോഷിന്റെ നേതൃത്വത്തിൽ അന്വേഷിക്കാനും ആരംഭിക്കുന്നത്. ഈ കേസിന് ഒരു തുമ്പ് ലഭിച്ചില്ലെന്ന് മാത്രമല്ല ആരാണ് കൊല്ലപ്പെട്ടത് എന്നുള്ള ഒരു സൂചന പോലും ലഭിക്കാതിരിക്കുന്ന സാഹചര്യം കൂടിയായിരുന്നു അത്. അങ്ങനെ ആരാണ് മരിച്ചതെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി ഒത്തിരി ചിന്തിക്കുമ്പോഴാണ് സമേന്ദ്രനാഥിന് ഒരു ഐഡിയ ലഭിക്കുന്നത്. അതാണ് പ്ലാസ്റ്റിക് സർജറി. മരിച്ചുപോയ പെണ്ണിൻ്റെ മുഖത്തെ പൂർണ്ണമായും നശിപ്പിച്ചാലും പ്ലാസ്റ്റിക് സർജറി എക്സ്പെർട്ടായിട്ടുള്ള ഡോക്ടേഴ്സിനെ കൂട്ടി ഈ പെണ്ണിൻ്റെ മുഖത്തെ ശരിയാക്കി എടുക്കാൻ പറ്റുമെന്നും ആ മുഖത്തെ വച്ച് ഈ മരിച്ചുപോയത് ആരാണെന്ന് കണ്ടെത്താമെന്ന ചിന്തയിലായിരുന്നു സമേന്ദ്രനാഥ് എത്തിയത്. അതിനു വേണ്ടിയിട്ട് ഡോക്ടർ മുക്കാരി മോഹൻ മുഖർജി എന്ന ഡോക്ടറെയും വിളിച്ചു. ഈ ഡോക്ടറായിരുന്നു ഇന്ത്യയിൽ ആദ്യമായിട്ട് പ്രൈവറ്റ് പ്ലാസ്റ്റിക് സർജറി ചെയ്യുന്ന ഹോസ്പിറ്റലിൻ്റെ ഉടമസ്ഥനും. അതിനാൽ കൂടിയായിരുന്നു ആ ഡോക്ടറെ വിളിച്ചത്. മരിച്ചുപോയ പെൺകുട്ടിയെ പ്ലാസ്റ്റിക് സർജറി ചെയ്ത് ശരിയാക്കാൻ ആവശ്യപ്പെട്ടതും. അങ്ങനെ ഡോക്ടർ ആ പെണ്ണിൻ്റെ മുഖത്തിൽ പ്ലാസ്റ്റിക് സർജറി ചെയ്ത് പുതിയൊരു മുഖവും നൽകി. തുടർന്ന് ആ പെണ്ണിൻ്റെ ഫോട്ടോ എടുത്ത് അടുത്ത ദിവസം കൊൽക്കത്തയിലുള്ള എല്ലാ ന്യൂസ് പേപ്പറിലും കൊടുത്തു. ഇതുപോലെ ഒരു പെൺകുട്ടി മരിച്ചുപോയി, ഇവളെക്കുറിച്ച് എന്തെങ്കിലും വിവരം അറിയുന്നവർ പോലീസുമായി ബന്ധപ്പെടാൻ പറഞ്ഞ് കോൺടാക്ട് നമ്പറും കൊടുത്തു. ഈ ഫോട്ടോ ന്യൂസ് പേപ്പറിൽ കൊടുത്താലും ഒത്തിരി പ്രതീക്ഷ സമേന്ദ്രനാഥിന് ഇല്ലായിരുന്നു. കാരണം ഇത് തന്നെയായിരിക്കും ശരിക്കും മരിച്ച പെൺകുട്ടിയുടെ ശരിയായ മുഖം എന്നുള്ളതിന് ഒരു ഉറപ്പുമില്ലായിരുന്നു. കാരണം പ്ലാസ്റ്റിക് സർജറി ചെയ്ത് കഴിയുമ്പോൾ സ്വാഭാവികമായും രൂപമാറ്റം സംഭവിക്കും. അതുകൊണ്ട് തന്നെ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞിട്ടും ആരും ഈ പെൺകുട്ടിയെ അറിയുമെന്ന് പറഞ്ഞ് കോൾ ചെയ്തില്ല. സമേന്ദ്രനാഥ് ഇനി എന്ത് ചെയ്യുമെന്ന് വിചാരിച്ചു കൊണ്ടിരുന്നു. ഇപ്പോൾ പോലീസിൻ്റെ കയ്യിലുള്ള തെളിവുകൾ എന്ന് പറയുന്നത് അവളുടെ കാൽപാദം സാധാരണയിലും വലുതും അതുപോലെ തന്നെ അവളുടെ കാലിൻ്റെ അവിടെയായി വർഷങ്ങൾക്ക് മുൻപുണ്ടായിരുന്ന ഒരു മുറിവും, കൂടാതെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത് പോലെ അവളെ ബലാത്സംഗം ചെയ്തത് കൂടാതെ അവളുടെ കഴുത്തറുത്താണ് കൊലപ്പെടുത്തിയത് എന്നുള്ള റിപ്പോർട്ടുമാണ് അവരുടെ കയ്യിലുള്ളത്. ഇത് മാത്രം വെച്ച് മരിച്ച പെൺകുട്ടിയെ കണ്ടെത്താൻ സാധിക്കുമോ?
ഇല്ല, തീർച്ചയായും കണ്ടെത്താൻ സാധിക്കുകയില്ല. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. 15 ദിവസം കഴിഞ്ഞ് അവർ ശരീരം നശിപ്പിച്ച് കളയാൻ തീരുമാനിച്ചു. അങ്ങനെ എല്ലാത്തിൻ്റെയും ഫോട്ടോസ് എടുത്ത് സൂക്ഷിച്ചതിന് ശേഷം അവർ മൃതദേഹത്തിൻ്റെ അവശിഷ്ടങ്ങൾ നശിപ്പിച്ചു. അതിനുശേഷം സമേന്ദ്രനാഥിൻ്റെ നേതൃത്വത്തിൽ അന്വേഷണവും ആരംഭിച്ചു. 1 മാസം കഴിഞ്ഞിട്ടും അവർക്ക് ചെറിയ സൂചന പോലും കണ്ടെത്താൻ സാധിച്ചില്ല. അങ്ങനെ 1954 ഫെബ്രുവരി 25 രാത്രി 10 മണിക്ക് സമേന്ദ്രനാഥ് വീട്ടിൽ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് വല്ലാതെ ചുമ വരുന്നത്. ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഒരു മെഡിക്കൽ ഷോപ്പ് കാണുന്നത്. ഉടനെ അവിടെ പോയി മരുന്ന് വാങ്ങാമെന്ന് വിചാരിച്ച് മെഡിക്കൽ ഷോപ്പിൽ ചെന്ന് ചോദിച്ചപ്പോൾ അവിടെ മരുന്നില്ല എന്നാണ് മറുപടി കിട്ടിയത്. അപ്പോൾ സമേന്ദ്രനാഥ് ചോദിച്ചു, ഒരു ചുമയ്ക്കുള്ള സാധാരണ മരുന്ന് പോലും ഇല്ലെന്നോ? അവിടുത്തെ പയ്യനോട് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞത്, ഇവിടുത്തെ സ്റ്റോക്ക് തീർന്നിരിക്കുകയാണ്. ഞാൻ സ്റ്റോക്കിന് ഓർഡർ കൊടുത്തു. കഴിഞ്ഞ 1 മാസമായിട്ട് ഇവിടുത്തെ ഓണർ ഷോപ്പിലേക്ക് വന്നിട്ടില്ല എന്നും വിളിച്ചാലും ഫോൺ എടുക്കാറില്ല എന്നും പോലീസിനോട് പറഞ്ഞു. അതിനാൽ ഇവിടെയുള്ള സ്റ്റോക്ക് മാത്രമാണ് ഞാൻ വിൽക്കുന്നത്. ഇനി ഓണർ വരുമ്പോൾ തന്നെ ഇവിടെ ബാക്കിയുള്ള സ്റ്റോക്ക് ഇറക്കിക്കൊള്ളാമെന്നും പറഞ്ഞു. അപ്പോൾ പോലീസ് ചിന്തിച്ചു, 1 മാസമായിട്ടും ഓണർ വരാതെ ഇവൻ എന്തിനാണ് ഷോപ്പ് തുറന്നു വച്ചിരിക്കുന്നത്? അങ്ങനെ ഒരു പക്ഷേ ഇത് നമ്മുടെ കേസിന് വല്ല തുമ്പും ലഭിക്കുമോ എന്ന് ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മുടെ ഷോപ്പിൻ്റെ സൈഡിലായിട്ട് കുറച്ചധികം ന്യൂസ് പേപ്പർ അടക്കി വെച്ചിരിക്കുന്നത് കാണുന്നത്. അങ്ങനെ പോലീസ് ആ ന്യൂസ് പേപ്പർ എടുത്തു നോക്കുമ്പോൾ ആ ന്യൂസ് പേപ്പറിൻ്റെ പേര് ജുഗേന്ദ്രൻ ന്യൂസ് പേപ്പർ എന്നായിരുന്നു. അപ്പോൾ തന്നെ അവൻ്റെ ഓർമ്മയിലേക്ക് ആദ്യം മരിച്ച പെൺകുട്ടിയുടെ ശരീരം പൊതിഞ്ഞിരിക്കുന്നത് ഇതേ ജുഗേന്ദ്രൻ ന്യൂസ് പേപ്പർ തന്നെയായിരുന്നു. അതിനുശേഷം പോലീസ് ആ കടയിലെ സ്റ്റാഫിനോട് ചോദിച്ചു, ഇവിടെ ഇങ്ങനെ ന്യൂസ് പേപ്പർ സൂക്ഷിച്ചു വെക്കാറുണ്ടോ എന്ന്. അപ്പോൾ അവൻ പറഞ്ഞു, കടയിൽ ദിവസവും വരുന്ന ന്യൂസ് പേപ്പർ ഇങ്ങനെ സൂക്ഷിച്ചു വെക്കാറുണ്ടെന്നും പറഞ്ഞു. അങ്ങനെ പറഞ്ഞതിനെ തുടർന്ന് പോലീസ് അവിടെയുള്ള എല്ലാ ന്യൂസ് പേപ്പറും ഞാൻ എടുത്തുകൊണ്ട് പോവുകയാണെന്നും ഈ ഷോപ്പിൻ്റെ ഓണർ വന്നാൽ എന്നെ വിളിച്ചു പറയണമെന്നും പറഞ്ഞ് ഷോപ്പിൻ്റെ ഓണറുടെ പേരും വിലാസവും ഫോൺ നമ്പറും എഴുതിയെടുത്തതിന് ശേഷം ആ ന്യൂസ് പേപ്പറും കൊണ്ട് സമേന്ദ്രനാഥ് വണ്ടിയിൽ കയറി വീട്ടിലേക്ക് പോയി. അങ്ങനെ വീട്ടിലേക്ക് പോകുന്ന സമയത്ത് അയാൾക്ക് അറിയില്ലായിരുന്നു ആ കടയിൽ നിന്ന് ഈ കേസിനെ സംബന്ധിക്കുന്ന ഒരു വലിയ തെളിവ് ലഭിക്കും എന്നുള്ളത്. അങ്ങനെ വീട്ടിലെത്തിയ സമേന്ദ്രനാഥ് ആ ന്യൂസ് പേപ്പറിൽ എല്ലാ ഡേറ്റും നോക്കി തിരിച്ചു വയ്ക്കുകയായിരുന്നു. അങ്ങനെ തിരിച്ചു വയ്ക്കുമ്പോൾ ഏതെല്ലാം ഡേറ്റ് ആയിരുന്നു അതിലില്ലാത്തതെന്നും അയാൾ പരിശോധിച്ചു. അതേ സമയത്ത് ആ പാഴ്സലിൽ വന്ന ന്യൂസ് പേപ്പറിൽ വന്ന ഫോട്ടോസും എടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ ആ ഫോട്ടോസിലുണ്ടായിരുന്ന തീയതിയിലുള്ള ന്യൂസ് പേപ്പേഴ്സ് ആ ഷോപ്പിൽ നിന്ന് കിട്ടിയ ന്യൂസ് പേപ്പേഴ്സിൽ നിന്നും മിസ്സായിരിക്കുകയായിരുന്നു. ഈ കടയിൽ നിന്ന് ന്യൂസ് പേപ്പർ എടുത്തുകൊണ്ട് പോയാണ് ആ പാഴ്സൽ പൊതിഞ്ഞിരിക്കുന്നതെന്ന് സമേന്ദ്രനാഥിന് മനസ്സിലായി. ആദ്യം കടയിലെ പയ്യനോട് ചോദിച്ചപ്പോൾ ജനുവരി 30 മുതലാണ് അവൻ്റെ ഓണർ കടയിലേക്ക് വരാതെയതെന്നും പറഞ്ഞു. ഇതേ ജനുവരി 30 രാവിലെ തന്നെയാണ് ഈ പാഴ്സലും കിട്ടുന്നത്. അതേ ദിവസം മുതൽ ഓണർ കടയിലേക്ക് വരാത്തതിനാൽ ഇനി കടയുടമയാണോ കൊല്ലപ്പെട്ടത്, അല്ലെങ്കിൽ ഈ കൊലപാതകവുമായിട്ട് ഈ കടയുടമയ്ക്ക് എന്തെങ്കിലും ബന്ധമുണ്ടാവുമെന്ന് സമേന്ദ്രനാഥ് ചിന്തിച്ചു. തുടർന്ന് അടുത്ത ദിവസം പുലർച്ചെ തന്നെ സമേന്ദ്രനാഥ് ആ ഷോപ്പിലെ പയ്യൻ തന്ന അഡ്രസ്സിലുള്ള വീട് തേടിപ്പോയി. അങ്ങനെ ആ വിലാസത്തിലുള്ള വീട്ടിലെത്തിയപ്പോൾ ആ വീട് പൂട്ടിയിട്ടിരിക്കുകയായിരുന്നു. പോലീസ് ആ വീട്ടിലുള്ളവരുടെ ഡീറ്റെയിൽസ് അന്വേഷിച്ചപ്പോൾ ആ വീട്ടിലുള്ള ആളുടെ പേര് കിട്ടി. ആ പേരായിരുന്നു ബൈരൻ ദത്ത്. കഴിഞ്ഞ മാസമാണ് അയാൾ വീട് വിട്ട് ഇറങ്ങിയതെന്നും അറിഞ്ഞു. അതുകൂടാതെ വീട് വിട്ടു പോകുമ്പോൾ അവൻ്റെ ഭാര്യ ഗർഭിണിയായിരുന്നു എന്നുകൂടി അയൽവക്കത്ത് വീട്ടുകാർ പറഞ്ഞു. ഈ കാര്യം കൂടി കേട്ടപ്പോൾ സമേന്ദ്രനാഥ് ഉറപ്പിച്ചു, ഇവൻ തന്നെയാണ് കൊലപാതകിയെന്ന്. ബൈരൻ ദത്ത് അയൽക്കാരോട് പറഞ്ഞത് അവൻ്റെ ഭാര്യ ഗർഭിണിയായതിനാൽ അവളെ ഹോസ്പിറ്റലിലാക്കിയിരിക്കുകയാണ്. അതിനാൽ അടുത്ത ദിവസം 6 വയസ്സുള്ള കുട്ടിയെയും കൂട്ടിക്കൊണ്ട് വീട് വിട്ടു പോയിരിക്കുകയാണെന്ന് അവർ പറഞ്ഞത്. ഇതിൽ നിന്ന് സമേന്ദ്രനാഥിന് മനസ്സിലായത് ബൈരന്റെ ഭാര്യ ഗർഭിണിയാണ്. അതുപോലെ മരിച്ച സ്ത്രീയും ഒരു ഗർഭിണിയായതിനാൽ തീർച്ചയായും മരിച്ചിരിക്കുന്നത് ബൈരന്റെ ഭാര്യയാവാൻ സാധ്യതയുണ്ടെന്ന് മനസ്സിലായി. ബൈരൻ ദത്തയുടെ ഭാര്യയുടെ പേരായിരുന്നു ബെരറാണി ദത്ത. അതിനുശേഷം പോലീസ് ബൈരൻ ദത്തയെ കണ്ടുപിടിക്കാൻ വേണ്ടി തെരച്ചിൽ നടത്തി. അങ്ങനെ അവനെ കണ്ടെത്താൻ പരിശോധന നടത്തുമ്പോഴാണ് ഒരു കാര്യം മനസ്സിലാകുന്നത്. ബൈരൻ ദത്ത ഇപ്പോൾ താമസിക്കുന്ന ട്രൂപ്പ് റോഡിൽ നിന്ന് 2 കിലോമീറ്റർ മാറി മുഖർജി റോഡിൽ ഇവന് വേറൊരു വീട് കൂടി ഉണ്ടെന്ന് മനസ്സിലാകുന്നത്. അവിടെ അവന് ആ വീട്ടിൽ വേറൊരു ഭാര്യ കൂടി ഉണ്ടെന്നുള്ള കാര്യം പോലീസ് കണ്ടെത്തി. അതിനുശേഷം അവനെ പിടിക്കാനുള്ള ദിവസവും എത്തി. ഫെബ്രുവരി 27 പുലർച്ചെ മുഖർജി റോഡിലുള്ള ഭൈരവന്റെ വീട്ടിലേക്ക് പോലീസ് എത്തി. അവനോട് സമേന്ദ്രനാഥ് ചോദിച്ചു, നീയാണോ ഭൈരവ് എന്ന്. അപ്പോൾ സാധാരണ രീതിക്ക് ഭൈരവ് പറഞ്ഞു അതെ എന്ന് പറഞ്ഞു. അപ്പോൾ സമേന്ദ്രനാഥ് ചോദിച്ചു, തൻ്റെ ഭാര്യ ബെരറാണി ദത്ത് എവിടെയെന്ന്. ഇത് കേട്ടപ്പോൾ അവൻ ചോദിച്ചു, ഈ കാര്യം ചോദിക്കാൻ താൻ ആരാണെന്ന് ചോദിച്ചു. അതിനുള്ള കാരണവും സമേന്ദ്രനാഥ് ആ സമയത്ത് മഫ്തിയിലായിരുന്നു വന്നിരുന്നത്. അങ്ങനെ പറഞ്ഞപ്പോൾ തന്നെ ഭൈരവിൻ്റെ മുഖത്തടിച്ചിട്ട് തന്നോട് ഒരു ചോദ്യം ചോദിക്കുമ്പോൾ തർക്കുത്തരം പറയുന്നോ എന്ന് ചോദിച്ച് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി ചോദ്യം ചെയ്യാൻ ആരംഭിച്ചു.
അങ്ങനെ പോലീസ് മുറയെ ചോദ്യം ചെയ്തതിന്റെ ഭാഗമായിട്ട് അവനിൽ നിന്ന് പല സത്യങ്ങളും പുറത്തു വരാൻ തുടങ്ങി. അതിങ്ങനെയായിരുന്നു. അവന്റെ ചെറുപ്പത്തിൽ 2 വയസ്സുള്ളപ്പോൾ അവന്റെ അച്ഛൻ മരിച്ചുപോയി. അങ്ങനെ അവന്റെ അമ്മ അവന്റെ അമ്മൂമ്മയുടെ വീട്ടിലേക്ക് അവനെ കൂട്ടിക്കൊണ്ടുപോയി. അവിടെയായിരുന്നു അവനും അവന്റെ സഹോദരിമാരും വളർന്നത്. തുടർന്ന് ഏതാനും വർഷങ്ങൾക്കുള്ളിൽ അവന്റെ അമ്മയും മരിച്ചു. അതിനുശേഷം അവന്റെ അമ്മാവൻ അവനെ കൊൽക്കത്തയിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നതിന് ശേഷം അവനെ അവിടെ കഠിനമായ രീതിയിൽ ബാലവേല ചെയ്യിപ്പിച്ചു. ജീവിക്കാൻ വേറെ മാർഗങ്ങളില്ലാതെ അമ്മാവൻ പറഞ്ഞ എല്ലാ ജോലിയും അവൻ ചെയ്തു. എന്നാൽ അമ്മാവൻ എത്ര ക്രൂരനായിരുന്നാലും അമ്മാവന്റെ മകൻ നല്ലവനായിരുന്നു. അത് കാരണം അവനോട് നല്ല കൂട്ടായിരുന്നു. അങ്ങനെ ഒത്തിരി നാൾ കൊൽക്കത്തയിൽ നിൽക്കാൻ സാധിക്കാതെ അവൻ അവൻ്റെ നാട്ടിലേക്ക് മടങ്ങി. അതുപോലെ പെട്ടെന്ന് വർഷങ്ങൾ മാറി മറിഞ്ഞു. 24 വർഷങ്ങൾക്ക് ശേഷം അമ്മാവൻ്റെ മകൻ അവനെ കാണാൻ വേണ്ടി വന്നു. അവനൊരു ജോലി തരാമെന്നും പറഞ്ഞ് തിരിച്ച് അവനെ കൊൽക്കത്തയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ഒരു മെഡിക്കൽ ഷോപ്പിൽ ജോലി തന്നിട്ട് നീ ഇതിലെ കാര്യങ്ങൾ നോക്കിയാൽ മതിയെന്ന് അവനോട് പറഞ്ഞു. ഈ അമ്മാവൻ്റെ മകന് 18 വയസ്സുള്ള ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു. ആ പെണ്ണിനെ കണ്ടപ്പോൾ തന്നെ അവന് അവളെ ഒത്തിരി ഇഷ്ടമായി. അതിനുശേഷം അവർ രണ്ടുപേരും പ്രണയത്തിലായി. ആ പെണ്ണിൻ്റെ പേരാണ് കമല. പക്ഷേ ഈ കാര്യം അമ്മാവൻ്റെ മകന് ഇഷ്ടമായിരുന്നില്ല. അതായത് കമലയുടെ അച്ഛന് ഇഷ്ടമായിരുന്നില്ല. അതിനാൽ അവനോടുള്ള സംസാരവും നിർത്തിയിരുന്നു. അതിനുശേഷം വീട്ടുകാരുടെ ഇഷ്ടത്തിന് കല്യാണം കഴിക്കാൻ സാധിക്കില്ലെന്ന് വിചാരിച്ച് കമലയും ഞാനും ഒളിച്ചോടി വിവാഹം കഴിക്കാമെന്ന് തീരുമാനിച്ചു. ഒളിച്ചോടി ഞങ്ങളുടെ ജീവിതവും തുടങ്ങി. അവർ ശരിക്കും നിയമപരമായി രജിസ്റ്റർ ചെയ്തിരുന്നില്ല. കമലയുടെ കഴുത്തിൽ ഒരു മഞ്ഞച്ചരട് കെട്ടി അവളെ എൻ്റെ ഭാര്യയായി സ്വീകരിച്ചു. അങ്ങനെ വിവാഹം കഴിച്ച് ജീവിച്ചു. ഞങ്ങളുടെ ജീവിതം നല്ല രീതിക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ആൺകുഞ്ഞും പിറന്നു. ആൺകുട്ടി ജനിച്ചതിന് ശേഷമായിരുന്നു ഞാൻ മീര എന്ന മറ്റൊരു പെൺകുട്ടിയെ കാണുന്നത്. അവളെ കണ്ടതും അവളെ എനിക്ക് ഒത്തിരി ഇഷ്ടമായി. അങ്ങനെ ഞാൻ മീരയെ സ്നേഹിക്കാൻ തുടങ്ങി. എന്നാൽ ആ പ്രണയം കല്യാണം വരെയും എത്തുമെന്ന് ഞങ്ങൾക്കറിയില്ലായിരുന്നു. അങ്ങനെ കല്യാണം കഴിക്കുന്ന ഒരു ഘട്ടം എത്തിയപ്പോൾ എന്ത് ചെയ്യണമെന്നറിയാതെ എൻ്റെ 2 സഹോദരിമാരോടും ചോദിച്ചപ്പോൾ അവർ അത് കേട്ടപ്പോൾ തന്നെ ഒന്നും ചിന്തിക്കാതെ മീരയെ വിവാഹം കഴിച്ചാൽ നല്ലതാവുമെന്ന് പറഞ്ഞു. അതിന് കാരണം ഞാൻ കമലയെ കല്യാണം കഴിച്ചത് അവർക്ക് ഇഷ്ടമല്ലായിരുന്നു. അതിനാൽ ഈ വിവാഹം ശരിയായ രീതിയിൽ രജിസ്റ്റർ ചെയ്ത് കല്യാണം കഴിക്കാൻ പറഞ്ഞു. അതിന് കാരണം ഇങ്ങനെ മീരയെ വിവാഹം കഴിച്ചാൽ പിന്നെ കമലയെ അവൻ്റെ നിയമപ്രകാരമുള്ള ഭാര്യയല്ലല്ലോ. അതിനായിരുന്നു അവൻ്റെ സഹോദരിമാർ ഇങ്ങനെ പറഞ്ഞത്. അങ്ങനെ ഞാനും മീരയും നിയമപരമായി രജിസ്റ്റർ ചെയ്ത് വിവാഹം കഴിച്ചു. അതിനുശേഷം എനിക്ക് 2 ഭാര്യമാരുണ്ടായി. ഒന്ന് കമലയും മറ്റൊന്ന് മീരയും. ഈ കാരണത്താൽ കമലയെ ടഫ് റോഡിലുള്ള ഒരു വീട്ടിലും മീരയെ മുഖർജി റോഡിലെ ഒരു വീട്ടിലുമാക്കി. 2 പേരെയും ഒരുപോലെ മാനേജ് ചെയ്യുന്നത് വളരെ പാടായിരുന്നു. പകൽ സമയത്ത് കമലയോടൊപ്പവും രാത്രി മീരയുടെ കൂടെയും സമയം ചെലവഴിക്കും. രാത്രിയിൽ മീരയുടെ കൂടെ സമയം ചെലവഴിക്കുമ്പോൾ വർക്ക് അധികമായതിനാൽ വീട്ടിൽ വരാൻ കഴിയില്ലെന്ന് കമലയോട് പറയും. പകൽ കമലയോടൊപ്പം തങ്ങുമ്പോൾ രാത്രി സ്റ്റോക്ക് എടുക്കാൻ കൊൽക്കത്തയിൽ നിന്ന് പുറത്തു പോകുന്നു. അതിനാൽ വീട്ടിൽ വരാൻ സാധിക്കില്ലെന്ന് മീരയോട് പറഞ്ഞു പോകും. അങ്ങനെ 2 പേരെയും ഒരുപോലെ കൈകാര്യം ചെയ്തു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ ബലറാണി എന്ന ഒരു പെണ്ണിനെ കാണുന്നത്. അവളെ എനിക്ക് ഇഷ്ടമായതിനാൽ കമലയുടെ പേര് മാറ്റി ബലറാണി എന്നാക്കി. അതിനുശേഷം കമലയെ ബലറാണി എന്നായിരുന്നു വിളിച്ചിരിക്കുന്നത്. വർഷങ്ങൾക്ക് ശേഷം മീരയ്ക്കും ഒരു മകനുണ്ടായി. കമലയുടെ മകന് 6 വയസ്സുമായി. അങ്ങനെയുള്ളപ്പോഴാണ് പ്രശ്നങ്ങളും ആരംഭിക്കുന്നത്. ഒരു കുടുംബത്തിനെ തന്നെ ജോലി ചെയ്ത് പോറ്റുക എന്നുള്ളത് വളരെ വലിയ കാര്യമാണ്. അങ്ങനെയുള്ളപ്പോൾ 2 കുടുംബങ്ങളെ അവന് ജോലി ചെയ്ത് നോക്കാൻ സാധിക്കുകയില്ലാത്തത് മൂലം ഒത്തിരി പണം കടം വാങ്ങാനും തുടങ്ങി. മെഡിക്കൽ ഷോപ്പ് തുടങ്ങുന്നതിനും കൂടുതൽ തുക 2 കുടുംബങ്ങളെ നോക്കുന്നതിന് വേണ്ടി ലോൺ എടുക്കാനും തുടങ്ങി. അത് കാരണം മെഡിക്കൽ ഷോപ്പ് നഷ്ടത്തിലും ആവാൻ തുടങ്ങി. ഇങ്ങനെ മുൻപോട്ട് പോയാൽ ആത്മഹത്യ ചെയ്യേണ്ട അവസ്ഥ വരുമെന്ന് വിചാരിച്ചു. ഇതിനാൽ ഇവർ 2 പേരിൽ ഒരാളെ കൊല്ലാമെന്ന് ഞാൻ തീരുമാനിച്ചു. അങ്ങനെ ഞാൻ കൊലപ്പെടുത്താൻ തീരുമാനിച്ചത് കമലയെയാണ്. മീരയെ ഞാൻ നിയമപരമായി കല്യാണം കഴിച്ചതിനാലും അതുകൂടാതെ എൻ്റെ സഹോദരിമാർക്ക് മീരയെ ഇഷ്ടവുമായതിനാലും ഞാൻ കമലയെ കൊല്ലാൻ തീരുമാനിച്ചു. അത് കാരണം ശരിയായ സമയത്തിന് വേണ്ടി കാത്തിരുന്നു. അങ്ങനെ കാത്തിരുന്ന ശരിയായ സമയത്താണ് കമല 2ാമതും ഗർഭിണിയാണെന്ന് അറിയുന്നത്. അപ്പോൾ ഞാൻ കമലയെ അടുത്ത് ചെന്നിട്ട് എനിക്ക് ഈ കുഞ്ഞിനെയും നിന്നെയും നോക്കാൻ സാധിക്കുകയില്ല, ഇത് എൻ്റെ കുഞ്ഞല്ലെന്നും മറ്റാരുടെ കുഞ്ഞാണെന്നും പറഞ്ഞ് അവളുമായി വഴക്കിടാനും തുടങ്ങി. അന്ന് രാത്രി കമല ഉറങ്ങിക്കിടക്കുമ്പോൾ ഞങ്ങളുടെ 6 വയസ്സുള്ള മകനെ അടുത്തുള്ള റൂമിലേക്ക് മാറ്റിക്കിടത്തി കമലയെ കൊലപ്പെടുത്തി. അങ്ങനെ കൊലപ്പെടുത്തിയതിന് ശേഷം അവളുടെ ശരീരഭാഗങ്ങൾ പല പല കഷ്ണങ്ങളാക്കി ന്യൂസ് പേപ്പറിൽ പൊതിഞ്ഞ് മാർക്കറ്റിലും അതിൻ്റെ സമീപത്തുള്ള പാർക്കിലും കൊണ്ടുവന്നിട്ടു.
ഇങ്ങനെ ചെയ്തതിന് അടുത്ത ദിവസം ഞാൻ എൻ്റെ കുഞ്ഞിനെയും കൂട്ടിക്കൊണ്ട് വീട് പൂട്ടിയിട്ട് അവിടുന്ന് പോന്നു. അതിനുശേഷം 6 വയസ്സുള്ള മകനെ മീരയുടെ അടുത്ത് കൊണ്ടുവന്ന് ഇത് എൻ്റെ സുഹൃത്തിൻ്റെ മകനാണ്, സുഹൃത്തും അവൻ്റെ ഭാര്യയും ഒരു കാർ അപകടത്തിൽ മരിച്ചു എന്നും അവനെ ഇനി ആരുമില്ലാത്തതിനാൽ നമുക്ക് ഇവനെ വളർത്താമെന്നും മീരയോട് പറഞ്ഞു. പോലീസ് എല്ലാം രേഖകളായി സൂക്ഷിച്ചതിന് ശേഷം കോടതിയിൽ ഹാജരാക്കി. അതിനെ തുടർന്ന് ജഡ്ജി അവനെ വധശിക്ഷയ്ക്ക് വിധിച്ചു. ഈ വധശിക്ഷ പിന്നീട് നടപ്പിലാക്കി. Thanks for watching.